നമസ്കാരം. കഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എൻ്റെ നെറ്റി സാമാന്യം നല്ലൊരു മുറിവുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ആൾ ചോദിച്ചു ഇതെന്ത് പറ്റിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു സംശയം തോന്നുന്നത് അതുകൊണ്ടാണ്. തല്ലി കിട്ടിയതല്ല. ഈയിടെ എനിക്കൊരു പുരാവസ്തുവിൽ കൗതുകം വന്നു. നമ്മുടെ ഈ പത്രവാർത്തകളൊക്കെ വായിച്ചപ്പോൾ. അപ്പോൾ ഞാൻ കുമരകം വഴി പോയപ്പോൾ ഒരു പഴയ ഓട്ടുവിളക്ക് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വീടിൻ്റെ മുമ്പിൽ ഒന്ന് തൂക്കി നോക്കി. അത് തൂക്കിയെന്നുള്ള കാര്യം ഞാനും മറന്നുപോയി. അതുമാത്രം എനിക്ക് ഇച്ചിരി അശ്രദ്ധ പൊതുവെ ഉള്ള കൂട്ടത്തിലാണ്. കയറുന്ന വഴി ഇറങ്ങുന്ന വഴി എൻ്റെ തലയിടിക്കും. അത് 2-3 തട്ടായതുകൊണ്ട് 2-3 ഭാഗത്തിടിക്കും. ഒന്നിവിടെ ഇടിക്കും, ഒന്ന് ഉച്ചിയിലിടിക്കും. അങ്ങനെ ഇടിച്ചൊരു മുറിവാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഇനി അത് വെച്ച് നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളിലേക്ക് പോകാതിരിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യ കാര്യം അങ്ങ് പറഞ്ഞാണ്. ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്കൂളിലല്ല കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. വേനൽക്കാലമാകുമ്പോൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെള്ളം എടുത്ത് ചട്ടിയിലാക്കി പുറത്ത് വെക്കുക, അപ്പോൾ പക്ഷികൾ വന്ന് കുടിക്കും എന്നായിരുന്നു ക്യാമ്പയിൻ്റെ ഒരു ചുരുക്കം. അത് ഈ അവധിക്കാല പ്രവർത്തനങ്ങളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. ഞാനന്ന് പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അപ്പോൾ പറയുമ്പോൾ നമ്മളൊന്ന് ചെയ്തു നോക്കണല്ലോ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കിണറിനടുത്തുള്ള ഒരു മുരിങ്ങയിൽ ഒരു പഴയ മീൻ ചട്ടി എടുത്ത് കെട്ടിവെച്ചു. മീൻ വെച്ച് ഉപയോഗശൂന്യമായ ഒരു മീൻ കറി വെച്ചിരുന്ന ചട്ടി. അത് നിറയെ രാവിലെ കിണറ്റിൽ നിന്ന് ഒരു തൊട്ടി വെള്ളം കോരി ഒഴിക്കും. ആദ്യം പക്ഷികളൊന്നും വന്നില്ല, പിന്നെ പക്ഷികൾ വന്നു തുടങ്ങി. പിന്നെ പക്ഷികൾ വന്ന് അതിലിരുന്ന് വെള്ളം കുടിക്കുന്നതിന് പുറമെ ചിലത് അതിലിറങ്ങി കുളിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലപ്പോൾ ചില ദിവസം 2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കാക്ക കുളിച്ചാൽ മരണമാണെന്നോ വരുമെന്നോ അങ്ങനെയാണ്ടൊരു വാർത്തയുണ്ട്. കാക്ക കുളിക്കുന്ന കണ്ടാലെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിടയ്ക്ക് എന്നെ അമ്മയൊക്കെ ഇട്ട് ഓടിക്കുക, ഇങ്ങനെ ചെയ്യരുത്, അത് ഇതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്തായാലും ഒരു വേനൽക്കാലം നല്ല രസകരമായിട്ട് കടന്നുപോയി. അതിനടുത്ത വർഷം വന്നപ്പോഴത്തേക്ക് ഞാൻ പഠിക്കാനായിട്ട് കേരളം വിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ പിന്നെ അത് ചെയ്യാനുള്ള സമയം എനിക്ക് പിന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അടുത്ത കാലത്ത് സുരേഷ് എന്ന വിഖ്യാതനായ അദ്ദേഹം ഒരു ചിത്രശലഭ നിരീക്ഷകനും പക്ഷി നിരീക്ഷകനും ഒക്കെയാണ്, പ്രകൃതി സ്നേഹിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഫിലിം ചെയ്തിരുന്നു. ഞങ്ങൾ തന്നെയാണത് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതായത് വീടിന് ചുറ്റുമുള്ള നമ്മുടെ ജീവിതമാണ്. കുട്ടികൾ നോക്കുകയാണെങ്കിൽ ഉറുമ്പ്, ചെറിയ ചെറിയ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി കാണേണ്ടതല്ല, നമ്മുടെ വീടിന് ചുറ്റും തന്നെ ഒരുപാട് ജീവികളുണ്ടെന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബേർഡ് ഡെസ്ക് ഉണ്ടാക്കണം. ബേർഡ് ഡെസ്ക് ഉണ്ടെങ്കിൽ പക്ഷികൾ വന്ന് ഭക്ഷണം കഴിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഞാനങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഈ കാടൊക്കെ വെച്ച് കഴിഞ്ഞ് പുറത്തുനിന്ന് നമുക്ക് ഇവിടെ ഒരു ബേർഡ് ഡെസ്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പ്രശ്നം, ഈ പക്ഷികൾ വരാനായിട്ട് ഒരു സാങ്കേതിക തടസ്സം, ഈ പൂച്ച ആ പ്രദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ഒളിച്ചിരുന്ന് ഈ പക്ഷികളെ പിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനിത് ശ്രമിച്ചു നോക്കിയപ്പോൾ നേരത്തെ അപ്പോൾ ചെറുപ്പത്തിൽ ശ്രമിക്കാൻ കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങളിവിടെ ഞാനും ഭാര്യയും ചേർന്ന് ഇവിടെ ഒരു വീട് വെച്ചതിൻ്റെ മുകളിൽ ടെറസിൽ നമ്മൾ പക്ഷികൾ വരുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പൂച്ച വന്നോടെ ഈ പക്ഷികളെല്ലാം അപ്രത്യക്ഷമായി. കാരണം പൂച്ച ഈ ചെടിച്ചട്ടിക്കൊക്കെ ഇടയ്ക്ക് പതുങ്ങിയിരുന്നിട്ട് ഈ പക്ഷിയെ പിടിക്കാൻ നോക്കും. പക്ഷി ഇത് ആകാശത്ത് നോക്കിയിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവനപ്പം തന്നെ സ്ഥലം വിടും, ആ പ്രദേശത്തേക്ക് പിന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞങ്ങളൊരു പ്രത്യേക ഇത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക് പൈപ്പ് PVC പൈപ്പ് മുറിച്ചിട്ട് അതിൻ്റെ 2 സൈഡിലും 2 ക്യാപ്പ് വെച്ചിട്ട് അതൊരു ചങ്ങലയിൽ ഒരു കയറിലൊക്കെ തൂക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ പൂച്ചയ്ക്ക് അതിൽ കയറി ഇരിക്കാനൊക്കില്ല. അപ്പോൾ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, പക്ഷിയുടെ ശത്രുക്കൾ അതിലിരിക്കില്ല. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിൽ കുറച്ച് കാലം ഞാൻ പക്ഷി വന്നും തുടങ്ങിയിട്ടുണ്ടായി. അങ്ങനെ അത് 2-3 ഉണ്ടാക്കി. പിന്നെ അതിൽ ചില മോഡലുകൾ നോക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ പൈപ്പിന് അടിയിൽ 2-3 ദ്വാരം ഇട്ടേക്കണം. കാരണം ഇതിൽ വെള്ളം മഴ പെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഈ വെള്ളവും ഭക്ഷണവും എല്ലാം കൂടെ കെട്ടിക്കിടന്ന് പശക്കേടാവും. അതുകൊണ്ട് ചുവട്ടിൽ 1-2 ദ്വാരം ഇടുന്നത് നല്ലതാണ്. ഞാനിത് പല സാധനങ്ങളും മാറി മാറി ഇട്ട് നോക്കി. പഴമൊന്നും ഇട്ടാൽ പക്ഷികൾ വരികയില്ല. പക്ഷികൾ വരാൻ ഏറ്റവും എളുപ്പം നമ്മുടെ സാധാരണ മോഡേൺ ബ്രെഡ് മേടിച്ച് പൊടിച്ചിടുകയാണ്. അങ്ങനെ പൊടിച്ചിട്ട് പക്ഷികൾ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഇങ്ങനെ ഇത് കുറേ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നുള്ളൊരു വീഡിയോ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു സ്വാമി പോലെ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി അദ്ദേഹം അമ്പ ചെയ്യുന്നൊരു വീഡിയോ ഞങ്ങൾ പണ്ടിരിക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ കാട്ടിൽ പക്ഷികൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊതി വരും. കാരണം 100 കണക്കിന് പക്ഷികൾ വന്ന് അദ്ദേഹം കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണം. അദ്ദേഹം 6:15 ആകുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന്, അദ്ദേഹം ബ്രെഡിൻ്റെ ഒപ്പം നമ്മുടെ ഈ കപ്പ് കേക്ക്, നാടൻ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന നാടൻ കപ്പ് കേക്ക് കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ഒരു ചെറിയ മധുരം വരാനോ പക്ഷികളെ ആകർഷിക്കാനോ ഒക്കെ അത് പറ്റുമായിരിക്കും. ഒരുപാട് അണ്ണാനും വരുന്നുണ്ട്, അണ്ണാൻ ധാരാളമായിട്ട് ഇത് കഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അതോടെ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടോടെ ഞാനും ഈ ബ്രെഡിനൊപ്പം കപ്പ് കേക്ക് പൊടിച്ചു കൊടുക്കാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇതൊരു ട്രേയിലാണ് വെച്ച് കൊടുക്കും, ഒരു പലകയിലാണ്, ഒരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പൂച്ചയെ പേടിച്ച് ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം പിടിപ്പിച്ചെങ്കിലും സത്യത്തിൽ പക്ഷികൾക്ക് ഈ ആടുന്ന ഒരു സാധനത്തിൽ വന്നിരുന്ന് കഴിക്കാനായിട്ട് പേടിയാണ്. പിന്നെ ഒന്നിൽ കൂടുതൽ പക്ഷികൾക്ക് ഒരേ സമയത്ത് കഴിക്കാനും പാടാണ്. അതേസമയം കുറച്ച് വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ ചെറിയ പക്ഷികളാണ്, അതിന് കൂടുതൽ പക്ഷികൾക്ക് ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഇത് ചെയ്യുമെങ്കിൽ കഴിയും ഒരു പ്ലാറ്റ്ഫോമായിട്ട് ചെയ്യുക. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പൂച്ച പോലുള്ള ജീവികൾ കയറാതിരിക്കാൻ നോക്കണം. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ ബ്രെഡിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വേനൽക്കാലമായതുകൊണ്ട് പക്ഷികൾക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ആ വെള്ളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പക്ഷികൾ വരും, നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഒരു രസകരമായ ഒരു കാര്യം, എൻ്റെ മകൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ
എൻ്റെ തന്നെ ഒരു സ്നേഹിത, എൻ്റെ ഒരു സഹപ്രവർത്തകയായിരുന്ന സുനിത എന്നൊരു ആൾ ഉണ്ടായിരുന്നു, താമസിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ബേക്കറിയിൽ നിന്ന് കുറച്ച് മിക്സ്ചർ വാങ്ങിച്ചുകൊണ്ട് ഈ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റി ഏൽപ്പിക്കും. സെക്യൂരിറ്റി രാവിലെ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ ഈ മിക്സർ പൊട്ടിച്ചിടും. അടുത്ത തെങ്ങിൻ്റെ മുകളിൽ കൂട് വെച്ചിരുന്ന ഒരു മൈന അവിടെ വന്നിരുന്ന് ഈ സെക്യൂരിറ്റിക്കാരോടൊപ്പം ഈ റിസപ്ഷനിലൂടെ നടന്ന് ഈ മിക്സർ ഇവർ കൊടുക്കുന്നത് കഴിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പോൾ ഈ പക്ഷികളെ നമ്മൾ കൂട്ടിലിട്ട് ഇണക്കേണ്ട കാര്യമില്ല. പക്ഷികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുകയും നമ്മളവരെ ഉപദ്രവിക്കാനല്ല വിളിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഭക്ഷണം നീട്ടുന്നതെന്നോ അവയ്ക്ക് ബോധ്യമാകുകയും ചെയ്താൽ, കാരണം ഈ മുളയൊക്കെ ആദ്യം വന്നപ്പോൾ ഇതൊരു ട്രാപ്പാണോ എന്നുള്ള സംശയം കൊണ്ട് കുറേ തവണ അപ്പുറം ഇപ്പുറം മരത്തിലൊക്കെ വന്നിട്ട് നോക്കി, പിന്നെ ഒന്നും കൊത്തിയിട്ട് പോയി, അങ്ങനെയൊക്കെ കുറേ കാലം കൊണ്ടാണ് പക്ഷികൾ അതിൽ വന്നു തുടങ്ങിയത്. പക്ഷേ പക്ഷികൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഭക്ഷണവും വെള്ളവും കൊടുക്കുകയാണെങ്കിൽ ധാരാളം പക്ഷികൾ വരും. അത് എവിടെ നിന്നൊക്കെ വരുമെന്ന് പറയാനൊക്കില്ല, ഏതൊക്കെ പക്ഷി വരുമെന്ന് പറയാനൊക്കില്ല. പിന്നെ കുറച്ചുകൂടെ വലിയ പാത്രത്തിലാണ് വെള്ളം വെക്കുന്നതെങ്കിൽ പക്ഷികൾ വന്ന് അതിലിറങ്ങി കുളിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഒരേ ഒരു കാര്യം, നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വെള്ളമൊക്കെ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം പക്ഷികൾക്ക് അസുഖം വരാതിരിക്കാനൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് അല്പം ഒരു എഫേർട്ട് എടുത്താൽ മതി. നിങ്ങളുടെ സമയത്തിലൊരു 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ വളരെ രസകരം. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറിയിരുന്ന് കാണാവുന്ന ഒരു സ്ഥലം കൂടെ ആയിരിക്കണം. ഈ ചെടി വെക്കുന്ന വളരെ ദൂരെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന ടേബിളിലോ എവിടെയെങ്കിലും ഇരുന്നാൽ കാണാവുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം ചെയ്തു വെക്കുകയാണെങ്കിൽ അത് വളരെ ഉപയോഗപ്രദമായിരിക്കും, രസകരമായിരിക്കും. സമയം പോകാൻ ഇത്ര നല്ലൊരു മാർഗ്ഗമില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ഈ പക്ഷിയുടെ ശബ്ദത്തിനും കേൾക്കുന്നത്, സംസാരിക്കുന്നതിനിടയിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഈ ഭക്ഷണത്തിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വരുന്ന പക്ഷികളായിരിക്കണം.